ഒരു നിമിഷം തലകള വണക്കാം, പ്രാർത്ഥിക്കാം. വചനത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ഞങ്ങളുടെ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായും ഞങ്ങളുടെ മാതാവും പിതാവുമായും ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്നത് കൊണ്ട് സ്തോത്രം. കർത്താവേ, ഈ നോമ്പ് കാലഘട്ടത്തിൽ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾക്ക് ഒരുമനപ്പെടാൻ, പ്രാർത്ഥനാപൂർവം അങ്ങയുടെ സന്നിധിയിൽ ഇഴുകിച്ചേരുവാൻ, വചനത്തിലൂടെ ഞങ്ങളുടെ ജീവിതങ്ങളെ ബലപ്പെടുത്താൻ സർവശക്തിയുള്ള ദൈവം ഈ രാത്രികാലം ഞങ്ങളെ അനുവദിക്കുന്നത് കൊണ്ട് സ്തോത്രം. ഈ ആരാധനയിൽ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം അവിടുന്ന് പകരുന്നുവല്ലോ. വചനധ്യാനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അവിടുന്ന് ഞങ്ങളോട് ആഴമായി ഇടപെടണമേ. അവിടുത്തെ സ്നേഹം വചനം കേൾക്കുന്നതിലൂടെ ഞങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ, അവിടുത്തെ സ്പർശനം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ, അങ്ങനെ സൗഖ്യവും സമാധാനവും സന്തോഷവും ആനന്ദവും പ്രാപിച്ച് ഞങ്ങൾക്ക് ഈ ആലയം വിട്ടുമടങ്ങാൻ ദൈവം സഹായിക്കണം. വചനം സംസാരിക്കുന്ന അടിയനും കേൾവിക്കാരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളും അവിടുത്തെ സ്വന്തം വകയാണല്ലോ. അങ്ങ് ക്രൂശിലൂടെ വെളിപ്പെട്ട് ഞങ്ങളെല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിലൂടെ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ ആരാധനയിൽ എൻ്റെ മാതൃടവകയിൽ നിങ്ങളോടൊപ്പം ഒരിക്കൽ കൂടി ദൈവവചനവുമായി നിൽക്കാൻ ദൈവം തന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ആരാധനയിലായിരിക്കുന്ന എല്ലാവരെയും സ്നേഹത്തോടും ആദരവോടും കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. എനിക്കിങ്ങനെ ഒരു അവസരം നൽകിയ ഈ ഇടവകയിലെ പുരോഹിതനായിരിക്കുന്ന റിനോഷ് അച്ഛനോടും, പ്രത്യേകിച്ച് എന്നെ ഇതിലേക്ക് ക്ഷണിച്ച നാരകനിന്ന വാർഡിൻ്റെ ഡീക്കനായി പ്രവർത്തിക്കുന്ന സുബിൻ ജേക്കബ് അണ്ണനോടും പ്രത്യേകമായ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. അച്ഛൻ പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും ദൈവം അങ്ങേയറ്റം വിനയത്തോടുകൂടി ഞാൻ നന്ദി പറയുകയാണ്. സഭാ കമ്മിറ്റിയിലെയും മറ്റെല്ലാ ബന്ധപ്പെട്ട ഭാരവാഹികൾക്കും ദൈവനാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. മറ്റ് മുഖവുരകളൊന്നുമില്ലാതെ ഇന്നത്തെ തിരുവചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാം ഇന്ന് പാഠമായി വായിച്ചു കേട്ടത് ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 7 വരെയുള്ള തിരുവചനമാണ്. പ്രത്യേകിച്ച് എനിക്ക് തന്നിരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഈ അധ്യായത്തിലെ അങ്ങിങ്ങായിട്ടുള്ള ചില കാര്യങ്ങളോടെ കൂട്ടിച്ചേർത്താണ് ഈ ധ്യാനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒരു നോമ്പ് കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നോമ്പിനെക്കുറിച്ച് വളരെ മനോഹരമായ ഒരു നിർവചനം ഇങ്ങനെയാണ്: നോവുള്ള സ്നേഹമാണ് നോമ്പ്. നോവുള്ള സ്നേഹം. ദൈവം നമ്മെ ആഴമായി സ്നേഹിക്കുകയും സ്വന്തം പുത്രനെ ഈ ലോകത്തിലേക്ക് നൽകി നമ്മളെ വീണ്ടെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതിമനോഹരമായ സ്നേഹം. ആ സ്നേഹത്തെക്കുറിച്ച് ഡിഫൈൻ ചെയ്യുമ്പോൾ, ആ സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഈ നാളുകളിൽ നൊമ്പരപ്പെടുത്തുന്ന ചില അനുഭവങ്ങളും ഇതിനകത്തുണ്ടാകാറുണ്ട്. അതുകൊണ്ടാണ് നോവുള്ള സ്നേഹമാണ് നോമ്പ് എന്ന് വിശേഷിപ്പിക്കുന്നു. അതിലേറ്റവും സംഗതമായ ഒരു ചിന്തയാണ് എനിക്കിന്ന് നൽകിയിട്ടുള്ളത്: മാനസാന്തരം എന്ന വിഷയം. മാനസാന്തരം, റിപ്പൻറ്റൻസ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന്. മാനസാന്തരത്തെക്കുറിച്ച് ഒരുപാട് ഡെഫിനിഷൻസ് നമുക്ക് പറയാനായിട്ട് കഴിയും. എന്നാൽ വേദപുസ്തകത്തിൽ നിന്ന് പ്രത്യേകിച്ച് നമുക്ക് മാനസാന്തരത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ
മാനസാന്തരത്തിൻ്റെ അനുഭവത്തെക്കുറിച്ച് നമ്മൾ ഡിഫൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ വളരെ മനോഹരമായി പറയുന്ന ഒരു വിവരണം ഇങ്ങനെയാണ്: മാനസാന്തരം എന്നത് ഒരു പദവിയല്ല, പ്രത്യുത പ്രവൃത്തിയിൽ വെളിപ്പെടുന്ന ഒരു അനുഭവമാണ്. മാനസാന്തരം എന്നത് ഒരു പദവിയല്ല, പ്രത്യുത പ്രവൃത്തിയിൽ വെളിപ്പെടുന്ന ജീവിത അനുഭവമാണ്. ഇത് ഞാൻ വേദപുസ്തക അടിസ്ഥാനത്തിൽ പറയാൻ ശ്രമിച്ചത് മത്തായി സുവിശേഷം 3-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുകയാണ്: യോഹന്നാൻ സ്നാപകൻ മരുഭൂമിയിൽ ദൈവത്തെക്കുറിച്ചും ദൈവീക കാഴ്ചപ്പാടുകളെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും ശക്തമായി പ്രസംഗിക്കുകയാണ്. പ്രസംഗിക്കുമ്പോൾ യോഹന്നാൻ സ്നാപകൻ്റെ കാതലായ സന്ദേശമെന്ന് പറയുന്നത് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ എന്നാണ്. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. യോഹന്നാൻ സ്നാപകൻ്റെ പ്രസംഗം കേട്ട്, മാനസാന്തരത്തെക്കുറിച്ചുള്ള വിവരണം കേട്ട്, അന്നുവരെയില്ലാത്ത പ്രവാചകൻ്റെ വളരെ മഹത്തരമായ പ്രത്യേകതയുള്ള ശബ്ദങ്ങൾ കേട്ട് ഒരുപാട് പേർ യോഹന്നാൻ സ്നാപകൻ്റെ അടുക്കൽ വരികയും യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ കാര്യം ചെയ്യാനായി തയ്യാറാവുകയും ചെയ്യുകയാണ്. എന്നാൽ ഇത് കണ്ടുകൊണ്ട് നിന്ന 2 കൂട്ടർ, പ്രത്യേകിച്ച് നമ്മളവിടെ വായിക്കുന്നു, പരീശന്മാരും സദൂക്യരും ഇത് കണ്ടുകൊണ്ട് നിന്നിട്ട് യോഹന്നാൻ സ്നാപകൻ്റെ അടുക്കലേക്ക് വരികയാണ്. പരീശന്മാരെക്കുറിച്ചും സദൂക്യരെക്കുറിച്ചും നമുക്കറിയാം, അവർ സമൂഹത്തിൽ പ്രത്യേകം പദവി അലങ്കരിക്കുന്നവരാണ്. അവരുടെ അടുക്കൽ ഒരുപാട് പേർ വരാറുണ്ട്. ന്യായപ്രമാണത്തെക്കുറിച്ച് പഠിക്കാൻ ഒരുപാട് ആളുകൾ ഈ പരീശന്മാരുടെ അടുത്തും സദൂക്യരെടുത്തും വരാറുണ്ട്. അവർക്ക് സമൂഹത്തിൽ നല്ല പദവിയുണ്ട്. അവർ നോക്കിയപ്പോൾ അവരെക്കാൾ ഒരു വ്യത്യസ്തമായ ശബ്ദത്തോടുകൂടി ഒരു മനുഷ്യൻ മരുഭൂമിയിൽ നിന്ന് മാനസാന്തരത്തെക്കുറിച്ച് പ്രസംഗിക്കുകയാണ്. അവർ ഒട്ടും കാത്തുനിന്നില്ല. ഈ മനുഷ്യൻ്റെ അടുക്കിലേക്ക് പരീശന്മാരും സദൂക്യരും കടന്നു വരികയാണ്. കടന്നു വരുമ്പോൾ ഈ യോഹന്നാൻ സ്നാപകൻ അവരോട് പറയുന്നത് ഇങ്ങനെയാണ്: സർപ്പസന്തതികളെ എന്ന് വിളിച്ച് വരുവാനുള്ള കോപത്തെ വിട്ടൊഴിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ എന്നാണ് പറയുന്നത്. അവർ വന്നത് എന്തിനാണ്? അവർക്ക് ഒരു മെച്ചപ്പെട്ട പദവി ഒന്നുകൂടെ നിലനിർത്താൻ വേണ്ടിയാണ്. മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുമ്പോൾ അവർക്കൊരു മെച്ചപ്പെട്ട പദവി ഉണ്ടാകുമെന്ന് അവർ മനസ്സിലാക്കിയിട്ടാണ് യോഹന്നാൻ സ്നാപകൻ്റെ അടുക്കലേക്ക് വരുന്നത്. യോഹന്നാൻ സ്നാപകൻ അത് മനസ്സിലാക്കിയിട്ട് അവരോട് പറയുന്നത് ഇങ്ങനെയാണ്: മാനസാന്തരം എന്നത് നിങ്ങൾ അലങ്കരിക്കുന്നത് പോലെയുള്ള പദവിയല്ല മാനസാന്തരം, മറിച്ച് നിങ്ങൾക്കറിഞ്ഞുകൂടാത്ത ജീവിത അനുഭവമാണ് മാനസാന്തരം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കടുത്ത ഭാഷയിൽ യോഹന്നാൻ സ്നാപകൻ അവരോട് സംസാരിക്കാനായിട്ട് ഇടയായിരുന്നത്. എനിക്കും നിങ്ങൾക്കും മാനസാന്തരമുണ്ട് എന്ന് അവകാശപ്പെടുമ്പോൾ നമ്മൾ ചിന്തിക്കണം, അത് എനിക്ക് ദൈവം നൽകിയിരിക്കുന്ന ഒരു പദവിയല്ല, മറിച്ച് ഒരു ജീവിത അനുഭവമാണ്. വേദപുസ്തകം പറയുന്നു അതൊരു ആക്ഷൻ ഓറിയൻറ്റഡ് ആണ് എന്ന് പറയുന്നു. ഈ മാനസാന്തരം ഒരു ഡെസിഗ്നേഷൻ അല്ല എന്ന് നമ്മൾ പൂർണ്ണമായി തിരിച്ചറിയുക. എനിക്കും നിങ്ങൾക്കും മാനസാന്തരം ഉണ്ടാകുമ്പോൾ ആ അനുഭവം നമ്മുടെ എല്ലാവരുടെയും പ്രവൃത്തിയിൽ കൃത്യമായി ഉണ്ടാകണം എന്നുള്ളതാണ്. മാനസാന്തരത്തിൻ്റെ ലക്ഷ്യങ്ങളായി വേദപുസ്തകം പറയുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന്, തെറ്റുകൾ തിരിച്ചറിയുന്നത് മാനസാന്തരത്തിൻ്റെ ഒരു ലക്ഷണമായി കണക്കാക്കുന്നു. പശ്ചാത്താപമുണ്ടാകുന്നത് മാനസാന്തരത്തിൻ്റെ ഒരു ലക്ഷണമായി കണക്കാക്കുന്നു. മാറ്റങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് മാനസാന്തരത്തിൻ്റെ ഒരു ലക്ഷണമായി വേദപുസ്തകം പഠിപ്പിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നമുക്കിങ്ങനെ പറയാൻ കഴിയും, മാനസാന്തരം എന്നത് ഒരു സമൂലമായ മാറ്റമാണ്. മാനസാന്തരം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ റാഡിക്കലായിട്ടുള്ള ചേഞ്ചിനെ സൂചിപ്പിക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്നാൽ ഇന്നത്തെ റാഡിക്കൽ ചേഞ്ച് എന്ന് പറയുന്ന കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറി ഡ്രമാറ്റിക്കായിട്ടുള്ള ചേഞ്ചാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. നാടകീയമായ സന്ദർഭങ്ങൾക്കാണ് ഇന്ന് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. നമ്മുടെ ജീവിതങ്ങളെല്ലാം ഇന്ന് നാടകീയമായ രീതിയിലാണ്. കുടുംബത്തിലായിരുന്നാലും സഭയിലായിരുന്നാലും സമൂഹത്തിലായിരുന്നാലും നമുക്ക് പറയാനുള്ളത് നാടകീയമായ രംഗങ്ങളാണ്. ഒന്നിനും ഒരു ലൈഫില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോയിരിക്കുകയാണ്. നൈമിഷികമായി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം നൽകുന്ന ഒന്നായി
കുളിർമ നൽകുന്ന ഒന്നായി, നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒന്നായി മാത്രം ഇതൊക്കെ മാറുന്നു എന്നത് നമ്മൾ തിരിച്ചറിയുക. എന്നാൽ ക്രൈസ്തവ ജീവിതം സമൂലമായ മാറ്റമാണ് ലക്ഷ്യം വയ്ക്കുന്നത്. അതിന് മാനസാന്തരമുണ്ടായാലേ സാധ്യമാകൂ എന്ന് നമ്മൾ തിരിച്ചറിയുക. നമ്മൾ വായിച്ച ആ വേദഭാഗത്തിലേക്ക് നമുക്ക് വീണ്ടും തിരിച്ചു വരാം. ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായം എന്നത് മാനസാന്തരത്തിൻ്റെ വിവിധ തലങ്ങളെ ശക്തമായി നമ്മോട് പറയുന്ന ഒരു സുവിശേഷ ഭാഗമാണ്. നമുക്ക് ഈ വേദഭാഗത്തെക്കുറിച്ച് വളരെ എളുപ്പത്തിൽ തന്നെ, അല്ലെങ്കിൽ നമുക്ക് മനഃപ്പാഠമായി പറയാൻ കഴിയുന്ന ചില കാര്യങ്ങളാണ് അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നഷ്ടങ്ങളെക്കുറിച്ചും ആ നഷ്ടത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തിക്കളയുന്ന മാനസാന്തരത്തിൻ്റെ അനുഭവവും എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്ന് ശക്തമായി പറയുന്ന ഒരു വേദഭാഗമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. ഇന്നത്തെ എൻ്റെ ചിന്തയിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ വേദഭാഗത്തിൽ നിന്ന്, ഈ അധ്യായത്തിൽ നിന്ന് പറയാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. മാനസാന്തരത്തിലേക്ക് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ മാനസാന്തരത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും ഉണ്ടാകുന്ന 3 പ്രധാനപ്പെട്ട തടസ്സങ്ങൾ. ഒന്നാമത്തെ തടസ്സം വിശകലനം ചെയ്യുന്നത് ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യമാണ്. ആ വേദഭാഗം നമ്മോട് പറയുന്നത് ലക്ഷ്യം അറിയാതെ പോകുന്നത് മാനസാന്തരത്തിൻ്റെ ഒരു വലിയ തടസ്സമാണ്. ലക്ഷ്യം അറിയാതെ പോകുന്നത് മാനസാന്തരത്തിൻ്റെ ഒരു വലിയ തടസ്സമാണ്. ഇവിടെ പറയുന്ന സംഭവം 100 ആടുകളുണ്ട്. ആ 100 ആടുകളിൽ 1 നഷ്ടമായിരിക്കുകയാണ്. 1 നഷ്ടമായി പോയിരിക്കുകയാണ്. ഈ 100 ആടുകളെയും യജമാനൻ ആട്ടിടയനാണ്. ഈ 100 ആടുകളെയും രാവിലെ തുടങ്ങി വൈകുന്നേരം വരെയും പരിപാലിക്കുന്നത് ഈ ഇടയനാണ്. അതിനാവശ്യമായ ഭക്ഷണം കൊടുക്കുന്നത് ഈ ഇടയനാണ്. രാത്രികാലങ്ങളിൽ മറ്റു മൃഗങ്ങൾ വന്ന് അതിനെ ഉപദ്രവിക്കാതെ കാത്തുകൊണ്ടിരിക്കുന്നത് ഈ ഇടയനാണ്. എല്ലാ അർത്ഥത്തിലും വളരെ സുരക്ഷിതത്വമുള്ള ഒരു ജീവിതം നയിച്ചു കൊണ്ടിരുന്ന 100 ആടുകളുടെ ചിത്രം അവിടെ പറയുകയാണ്. 100 ആടുകളുടെ ചിത്രം. അതിൽ നിന്ന് ഒരു ആട് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ഇത് ലക്ഷ്യം തിരിച്ചറിയാതെ പോകുന്നതിൻ്റെ ഒരു സൂചനയാണ്. ലക്ഷ്യം തിരിച്ചറിയാതെ പോകുന്നതിൻ്റെ ഒരു സൂചനയാണ്. കാരണം എനിക്ക് ഒരു യജമാനനുണ്ട് എന്ന ബോധ്യം നഷ്ടപ്പെട്ടു പോയതാണ് ഈ ആട് നഷ്ടപ്പെടാനുള്ള കാരണമെന്ന് പറയുന്നത്. ഒരു യജമാനൻ്റെ കീഴിൽ കൃത്യതയോടെ ജീവിക്കുന്നതും നടക്കുന്നതും ശീലിക്കുന്നതും ഒരുപക്ഷെ കുറച്ചിലായി കാണുകയോ മറ്റെന്തെങ്കിലും ജീവിത സംഘർഷങ്ങളോ ആകാം ഈ ആടിൻ്റെ പിന്നിലെ നഷ്ടപ്പെടുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത്. എന്നാൽ നമ്മളിവിടെ കാണുന്നു, ഇടയൻ തെളിച്ച പാതയിൽ നിന്ന് ഒരു ആട് വ്യത്യസ്തമായി നടക്കുകയാണ്. ആ ആടിനെയാണ് രാത്രി കണക്ക് കൂട്ടിയപ്പോൾ കാണാൻ ഇല്ലാതിരുന്നത്. ഈ വേദഭാഗം നമ്മോട് പറയുന്നത് ലക്ഷ്യം തിരിച്ചറിയാതെ പോകുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ ഒരു നഷ്ടമായി പറയുന്നു. പക്ഷേ യജമാനൻ അവിടെ തൻ്റെ ജീവിതത്തിൽ അതിനൊരു വിരാമം ഇടുന്നില്ല. മറിച്ച് ഈ 100 ആടുകളെയും എണ്ണി നോക്കുമ്പോൾ അതിലൊന്ന് കണ്ടില്ലെന്ന് കാണുമ്പോൾ ആ യജമാനൻ ആ രാത്രിയിൽ തന്നെ മറ്റ് 99 ആടുകളെയും അവിടെ നിർത്തിയിട്ട് ആ യജമാനൻ കാണാതെ പോയതിനെ അവൻ തെരഞ്ഞു പോവുകയാണ്. രാവിലെ മുതൽ സഞ്ചരിച്ച പാതകളൊക്കെ ഓർത്തെടുത്ത്, ഒരുപക്ഷെ പകൽക്കാലത്തിൽ എത്ര ദുർഘടകരമായ പാതകളെയും അതിജീവിക്കാനുള്ള എല്ലാ കഴിവും അവനുണ്ടായിരിക്കാം. പക്ഷേ രാത്രിയിലും ആ ശക്തി ആർജിച്ചുകൊണ്ട് രാവിലെ സഞ്ചരിച്ച അതേ പാതയിൽ ഈ ഇടയൻ യാത്ര ചെയ്യുകയാണ്. അവനങ്ങനെ യാത്ര ചെയ്ത് ഒടുവിൽ കാണാതെ പോയ ഈ ആടിനെ കണ്ടുകിട്ടിയിരിക്കുകയാണ്. അതിനെ കൊണ്ടുവരുമ്പോൾ ഈ ആട്ടിടയൻ പറയുന്ന വളരെ മനോഹരമായ ചിന്ത ഇങ്ങനെയാണ്. അതിൻ്റെ 6-ാം വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: അതിനെ കണ്ടുകിട്ടി സന്തോഷത്തോടെ ചുമലിലെടുത്തുകൊണ്ട് വന്ന് സ്നേഹിതന്മാരെയും അയൽക്കാരെയും വിളിച്ചുകൂട്ടി കാണാതെ പോയ തൻ്റെ ആടിനെ കണ്ടുകിട്ടിയത് കൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പിനെന്ന് പറഞ്ഞ് അവിടെ വലിയൊരു ആഘോഷമുണ്ടാവുകയാണ്. മാനസാന്തരത്തിന് തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തെറ്റലാണ്. ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കാനുള്ള ഒരു പ്രത്യേകമായ താല്പര്യവും
ഒരു പ്രത്യേകമായ വാഞ്ചയും നമുക്ക് അത്യന്താപേക്ഷിതമായിരിക്കുന്നു. അത് മുറുകെ പിടിക്കുവാൻ നമുക്ക് കഴിയുമോ? നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴങ്ങളൊന്ന് നമുക്ക് അളന്നു നോക്കാം. എവിടെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ നഷ്ടം ചെന്നെത്തിയിരിക്കുന്നത്? എവിടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ നഷ്ടം ചെന്നെത്തിയിരിക്കുന്നത്? എന്നെ ഇവിടെ അതിശയിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ ഇടയൻ ഈ ആടിനു വേണ്ടി എത്ര ദൂരമായിരിക്കാം തിരഞ്ഞു പോയത്. ഒരാടിനു വേണ്ടി ആ മനുഷ്യൻ ആ രാത്രിയിൽ എത്ര ദൂരം തിരഞ്ഞു പോയിരിക്കുകയാണ്. എന്നെയും നിങ്ങളെയും ഇടയൻ എത്ര ദൂരം തിരഞ്ഞ് കണ്ടെത്തിയതാണ്. എത്ര ദൂരം തിരഞ്ഞു കണ്ടെത്തിയതാണ്. ഞാൻ തെറ്റിപ്പോയിരിക്കുന്ന ഇടത്തിൻ്റെ ദൂരമല്ല ഇവിടെ ഇരിക്കുന്ന മറ്റൊരു മനുഷ്യൻ തെറ്റിപ്പോയിരിക്കുന്ന ഇടത്തിൻ്റെ ദൂരമെന്ന് പറയുന്നത്. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തുന്നത് ഇടയൻ്റെ സ്വാതന്ത്ര്യവും ഇടയൻ്റെ സ്നേഹവുമാണ്. ആ സ്നേഹത്തിൻ്റെ ആഴം അളന്നെടുക്കാൻ ഒരിക്കലും നമുക്ക് കഴിയില്ല. എത്രമാത്രം സമയം നമ്മുടെ ദൈവം എനിക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. എത്രമാത്രം സമയം എൻ്റെ ദൈവം എൻ്റെ കുടുംബത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. എത്രമാത്രം സമയം എൻ്റെ സഭയ്ക്ക് വേണ്ടി എൻ്റെ ദൈവം മാറ്റിവെച്ചിരിക്കുകയാണ്. എന്നിട്ടും എന്തേ നമുക്ക് ലക്ഷ്യം തെറ്റിപ്പോകുന്നു? ഈ ആടിനെ പോലെ ഇടയൻ്റെ അടുക്കൽ നിന്ന് എന്തുകൊണ്ട് നമ്മൾ നഷ്ടമായി പോവുകയാണ്? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കാൻ ലക്ഷ്യം അനിവാര്യമാണ്. ലക്ഷ്യത്തിലേക്ക് ചെന്നെത്താനുള്ള ഒരു പരിശ്രമം അനിവാര്യമാണ് എന്ന് നമ്മൾ പൂർണ്ണമായി തിരിച്ചറിയുക. ഈ അമ്പിൻ്റെ ഉപയോഗം നമുക്കറിയാം. അമ്പിനെ പൂണിയിൽ സൂക്ഷിച്ചിരിക്കും. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ അമ്പെടുത്ത് ഉപയോഗിക്കാനായി വേട്ടക്കാരൻ ശ്രമിക്കുമ്പോൾ തൻ്റെ പൂണിയിൽ ഏറ്റവും മെച്ചപ്പെട്ട അമ്പിനെയായിരിക്കും തിരഞ്ഞെടുത്ത് എയ്തുവിടുന്നത്. തുരുമ്പ് പിടിച്ച ഒരമ്പ് അവൻ എയ്തുവിടത്തില്ല. മൂർച്ചയില്ലാത്ത ഒരമ്പ് അവൻ എയ്തുവിടത്തില്ല. കൈക്കിണങ്ങുന്ന നല്ല മൂർച്ചയുള്ള ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുന്ന ഒരു അമ്പിനെയായിരിക്കാം പൂണിയിൽ നിന്നെടുത്ത് വെട്ടക്കാരൻ എയ്തുവിടുന്നത്. എങ്കിലേ അത് ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തുകയുള്ളൂ. ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നത് ശ്രമകരമായ ഒരു ജീവിതാനുഭവമാണ്. ആ ജീവിതത്തിലേക്ക് എത്തിപ്പെടാനുള്ള താല്പര്യം ഇടതടവില്ലാതെ നമുക്ക് മെച്ചപ്പെടുത്തിയെടുത്തിക്കൊണ്ടിരിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. വളരെ ലളിതമായ മറ്റൊരു ഉദാഹരണം കൂടെ പറഞ്ഞാൽ, നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഷൂസ് ഉണ്ടല്ലോ. നമ്മളൊരു ഷൂസ് ഒരു കടയിൽ പോയി വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് ഉപയോഗിച്ച് വരുംതോറും അതിനെ പോളിഷ് ചെയ്യുന്നതിനനുസരിച്ച് ആ ഷൂവിന് തിളക്കം കൂടിക്കൊണ്ടേയിരിക്കും. ഒരുപക്ഷെ നമ്മൾ ആ ഷൂ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് ഒരിക്കലും അതിനെ പോളിഷ് ചെയ്യാതെ നിരന്തരമായി ഉപയോഗിച്ചു കൊണ്ടിരുന്നാൽ ആ ഷൂവിൻ്റെ തിളക്കം നഷ്ടപ്പെടും. എന്നാൽ എല്ലാ ദിവസവും അതിനെ പോളിഷ് ചെയ്ത് ഉപയോഗിക്കും തോറും വാങ്ങിയതിൽ നിന്ന് മെച്ചപ്പെട്ട് തിളങ്ങിക്കൊണ്ടേയിരിക്കും. ക്രൈസ്തവ ജീവിതം അങ്ങനെയാണ്. ഓരോ നിമിഷവും റെനോവേഷൻ നടന്നുകൊണ്ടിരിക്കണം. ഓരോ ദിവസവും പുതുക്കം നടന്നു